എല്ലാ സുഹൃത്തുക്കൾക്കും ടൂർസ് ആൻഡ് ടെക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് കാറിനെ എങ്ങനെ പഞ്ചർ ഒട്ടിക്കാന്നാണ്. കാറിന് മാത്രമല്ല ടൂ വീലറുകൾക്കും എല്ലാം ഇപ്പൊ പൊതുവെ എല്ലാ വണ്ടികൾക്കും ട്യൂബ്ലെസ് ടയറുകളാണ് ഉള്ളത്. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമ്മളൊരു പേടി സ്വപ്നമാണ് വല്ല ഇടങ്ങേറ് പിടിച്ച സ്ഥലത്തൊക്കെ വെച്ച് വല്ല പഞ്ചറായ എന്ത് ചെയ്യുമോ എന്നുള്ളത് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യം തന്നെ. നമ്മൾ സ്റ്റെപ്പിന് മാറ്റിയിടാനും അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കണം, മൊബൈൽ പഞ്ചർ ആരുടെ നമ്പർ അതൊക്കെയാണ് നോക്കാറ്. സത്യത്തിൽ ട്യൂബ്ലെസ് ടയറുകൾക്ക് ഇതിന്റെയൊന്നും വലിയ കഷ്ടപ്പാടിന്റെ ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു പഞ്ചർ കിറ്റും ഇതേപോലത്തെ ഒരു പമ്പും ഇതിന് 120 രൂപ വിലയുള്ള കേട്ടോ. ചൈന പമ്പാണ്, അത്രയും വിലയുള്ളൂ. വളരെ വില കുറഞ്ഞ ഈ ഒരു പമ്പ് ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വളരെ നിസാര വിലയുള്ളൂ. ഇനി ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഈ സാധനം. അപ്പൊ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ, അതായത് ടയർ സ്റ്റെപ്പിന് മാറ്റിയിടണതിന്റെ പകുതി സമയം പോലെ ഒരു 2 മിനിറ്റ് സമയത്തിൽ നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ പറ്റും. സ്റ്റെപ്പിന് മാറ്റിയിടണ അത്ര ആയാസമില്ല, വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നോക്കേണ്ടത് ഇത് ട്യൂബ്ലെസ് ടയറാണ് അല്ലെങ്കിൽ ട്യൂബ് ഉള്ള ടൈപ്പ് ടയറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ട്യൂബ്ലെസ് അല്ലാത്ത, അതായത് ട്യൂബ് ഉള്ള ടയറിൽ ഈ പരിപാടി അപ്ലൈ ചെയ്യരുത് കേട്ടാ. പണി പാളും, 8ന്റെ പണിയാവും. അത് മാത്രം ചെയ്യരുത്. ട്യൂബ്ലെസ് ടയറാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഈ ചെയ്യണ പരിപാടി ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളുടെ കാറിന്റെ എല്ലാം ട്യൂബ്ലെസ് ആയിട്ടുള്ളതാണ്. ട്യൂബ് ഇല്ലാത്ത ടൈപ്പ് ഇതുണ്ടോ, ഇതിപ്പോ എന്റെ ബുള്ളറ്റിന്റെ ആണ്. ബുള്ളറ്റിന്റെ ഇവിടെ മേളിലാണ്, ഈ സൈഡ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ നോസിലുണ്ട്. ഇത് ട്യൂബ്ലെസ് അല്ല, ഇത് ട്യൂബ് ഉള്ള ടൈപ്പ് ടയറാണ്. ഇതിന് പഞ്ചറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതൊക്കെ അഴിച്ച് ടയർ പുറത്തെടുത്ത് ഈ ടയർ തുറന്ന് ട്യൂബ് ഒട്ടിക്കണ തന്നെ വേണം. അത് കുറച്ച് പണിമട്ടക്കുള്ള പരിപാടിയാണ്. അത് സിമ്പിൾ അല്ല. പക്ഷെ ട്യൂബ്ലെസ് ആയിട്ടുള്ള, ട്യൂബ് ഇല്ലാത്ത ടയറുകൾക്ക് പഞ്ചർ ഒട്ടിക്കണ പരിപാടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകണം. ഇതിപ്പോ ആക്റ്റീവാണ്. ആക്റ്റീവടക്കും ഇപ്പൊ വന്നത് കണ്ട ഇതേപോലത്തെ ട്യൂബ്ലെസ് ആയിട്ടുള്ള സംവിധാനമാണ്. 2 ടയറും അതെ. ഇത് കമ്പനി അങ്ങനെ തന്നെയാണ് കയറ്റി വന്നേക്കണം. ഇതുണ്ട്, ഇതും അങ്ങനത്തെ തന്നെ ബാക്കിലും. ഇതിനും നമ്മളിപ്പോ ഈ കാറിന് ചെയ്യണ പരിപാടി ഈ സാധനത്തിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അവസ്ഥ, ഇതിന് സത്യത്തിൽ ഇപ്പൊ കാറ്റ് പോയിട്ടില്ല. ഇതുണ്ട, ഇവിടെ ഒരു സ്ക്രൂ കയറി കിടപ്പുണ്ട്. ഇന്നലെ ഒരു ഉച്ചയോടുകൂടി കണ്ടതാണ് ഇതിങ്ങനെ ഇരിക്കണത്. പക്ഷെ ഇപ്പോഴും കാറ്റ് പോയിട്ടില്ല. ട്യൂബ്ലെസ് ടയറുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഇങ്ങനെ വല്ല ആണി എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്നാലും ചിലപ്പോൾ കുറേ നേരത്തേക്ക് കാറ്റ് പോകൂല ചിലപ്പോൾ. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നാലും നമ്മളതൊന്ന് മാറ്റിയിട്ട് ചെയ്യാൻ പോണേണ്. അതിൻ്റെ ആദ്യ പടി എന്നോണം ആദ്യം ചെയ്യേണ്ടതെന്നാ, ആദ്യം കുറച്ച് എയറൊന്ന് കുത്തി കളയണം കേട്ടോ. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. കുറച്ചൊന്നോടെ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് നക്കിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഷൂ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയ സാധനം ഒന്ന് പൊക്കോളും. ഇപ്പം ഈ ടയർ ഇങ്ങനെ ജാമാവാതിരിക്കണണ്ട, കുറച്ചൊന്ന് ജാമായിക്കോട്ടെ, അതാണ് നല്ലത്. നമ്മളിപ്പോ ഒരു പ്ലെയറും കൂടെ എടുത്തിട്ടുണ്ട്. അതൊരു ടൂളായിട്ട്. ചില കേസിൽ പ്ലെയറിന്റെ ആവശ്യമൊന്നും വരില്ല, ചിലപ്പോൾ ഒരു ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കണേന്ന് പറഞ്ഞാൽ, ഒരു ഷാമ്പു, ചെറിയ 2 രൂപയുടെ ഷാമ്പു ഇല്ലേ, അത് വെള്ളത്തിൽ കലക്കിയിട്ട് നേരെ ഇതുമേൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പൊ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കൊമള പോലെ വരും. ഇപ്പൊ നമുക്കിപ്പോ ഫിസിക്കലായിട്ട് ഇത് കാണാൻ പറ്റണോണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്ത. ആദ്യം തന്നെ ഈ സാധനം ഇതുണ്ട, സ്ക്രൂ ആണ്, അതിനോട് പൊക്കിയെടുക്കുക. സാധനം കിട്ടി. ഇതിപ്പോ ഒരുപക്ഷെ അകത്ത് വരെ പോയിട്ടുണ്ടാവില്ല കേട്ടോ ഈ സാധനം. അതുകൊണ്ടായിരിക്കും കാറ്റും ഇതുവരെ പോവാത്ത. ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഷാമ്പു ഇട്ടിട്ട് കലക്കിയിട്ടുണ്ട്. ഇപ്പൊ ഷാമ്പു വാട്ടർ നമ്മൾ ഈ ഹോളുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ ഇവിടെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. വളരെ ചെറിയൊരു ഹോളാണിത്. എന്നാലും അത് നമുക്ക് ചെയ്തേക്കാം പരിപാടി. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യണേന്ന് കാണാം. അതിന്റെ ഈ കറക്റ്റ് ആ ഹോളൊന്ന് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് ഇതങ്ങോട്ട് നമ്മുടെ കിറ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇതണ്ട, ഇങ്ങനത്തെ ഒരു ടൂളുണ്ട്. ഇതിങ്ങനെ കുത്തി ആ ഹോളൊന്ന് ക്ലിയർ ആക്കാനുള്ള. പിന്നെ ഇതാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കണ സാധനം. പിന്നെ ഇങ്ങനത്തെ ഒരു പശമീൻ്റെ അതുണ്ടാവും. ഇതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതാണ്. നമ്മൾ പഞ്ചറൊട്ടിക്കണ പ്രൊഫഷണൽസും ഈ സാധനമൊക്കെ തന്നെയാണ് ഉപയോഗിക്കണം. അപ്പൊ ഹോൾ ആദ്യം ഒന്ന് നമുക്ക് കണ്ട ഇങ്ങനെ ഒന്ന് വലുതാക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് ഊരി എടുക്കണം. ഒന്ന് ഹോള് വലുതാവും കേട്ടോ. ഇത് ഒന്ന് ഈ ഹോളൊന്ന് നല്ല സ്മൂത്താക്കണം കേട്ടോ. ആദ്യം ഇങ്ങനെ ഒന്ന് കാണിച്ച് ഇതൊന്ന് സ്മൂത്താക്കണം. അതിനുശേഷം ഈ ഗമ്മ് കുറച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഈ
അത് എൻ്റെ കൈ പോയി ഇതിൻ്റെ അകത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആവണം. പിന്നീട് പുതിയ ടയർ ഓടിക്കേണ്ടി ഈ സാധനത്തിന് ആവശ്യത്തിന് പശയൊക്കെ ഉണ്ട് കേട്ടോ ഓൾറെഡി. എന്നിട്ട് ഇതിന് നമ്മൾ കുറച്ച് പശയൊക്കെ അങ്ങോട്ട് പുരട്ടി കൊടുക്കുക. ഈ ടൂൾ എടുക്കുക. ഇതിൻ്റെ അകത്ത് ഈ സാധനം ഇങ്ങനെ വട്ടം കയറ്റുക. വട്ടം കയറ്റി പകുതി കൊണ്ടുവന്ന് നോക്കുക. അതിനുശേഷം ആ ഹോളിൽ കറക്റ്റായിട്ട് ഇതങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറ്റണം. എന്നിട്ട് ഇതിങ്ങോട്ട് വലിച്ചിങ്ങെടുക്കണം. അപ്പോൾ ഇത്രയും ഭാഗം അതിൻ്റെ അകത്തിരിക്കും. പകുതി അതിൻ്റെ അകത്തോട്ട് ചാടിയും ഇരിക്കും, കുറച്ച് ഭാഗം പുറത്തും ഇരിക്കും. ഇത്രയും ഭാഗം ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് നമുക്ക്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഈ ഹോൾ അടഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ സംഗതി സക്സസ്. ഇതിപ്പോൾ നമ്മളിതൊന്ന് ഒരു മിനിറ്റ്, ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഈ നീണ്ടിരിക്കുന്ന ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ മതി. കത്തി എടുത്ത് സാധാ ഒരു കത്തി വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്ര ഉള്ള നമ്മുടെ പരിപാടി. ഇനി ആ പമ്പ് വേണം. ആ ഒരു ചൈന പമ്പാണത്. ഞാൻ പല ടൈപ്പ് പമ്പൊക്കെ മേടിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര ഫുഡ് പമ്പൊക്കെ മേടിച്ച് നോക്കിയിട്ടുണ്ട് ആമസോണിൽ നിന്ന് തന്നെ. 10, 400, 500 വില ഉള്ളതൊക്കെ. അത് ഒരു കാര്യമില്ല കേട്ടോ. അതിനെക്കാട്ടി നല്ലതാണ് ഈ സാധനം. 120 രൂപ. ഇത് തന്നെ പല ക്വാളിറ്റി ഉള്ളതുണ്ട്. ഇത് വലിയ വിലയും ഉണ്ടായില്ല, വലിയ കുഴപ്പമില്ലാണ്ട് ഉപയോഗിച്ചോണ്ടിരുന്ന വെച്ചാൽ. ഇത് വെച്ചാൽ ആൾക്കാർക്ക് സംശയമാണ് ഈ 100 രൂപയുടെ പൈപ്പ്, ഈ പമ്പ, ഈ പൊട്ടപ്പമ്പൊക്കെ കൊണ്ട് കാറിന് അടിക്കാൻ പറ്റും, മറ്റേ സൈക്കിളിനൊക്കെ പറ്റുള്ളൂ. കാറിന് അടിക്കാട്ടെ കാണിച്ചത് ടയർ ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കണേ. അത് നൈട്രജൻ ആയിരുന്നു കിടന്നു വെച്ചത്. നമ്മളിപ്പോ സാധാ എയറാണ് അടിക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ടില്ല, നമ്മളുടെ ഇത് കഴിഞ്ഞ് പിന്നെ നൈട്രജൻ അടിക്കാൻ കയറുമ്പോൾ അടിക്കുക. അത്രേ ഉള്ളൂ. ഇത് പമ്പ് പൊട്ടിപ്പോയി. പമ്പ് 120 രൂപ. ഏറുണ്ട്. നേരത്തെ ടയർ ഒടിഞ്ഞാണ്, ക്ലോസപ്പ് വന്നിട്ടില്ല, ഒടിഞ്ഞ് കിടന്ന് വെച്ചാണ്. ഇപ്പൊ അത് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചടിച്ച് കളിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാമറ മേടിച്ചിട്ട് ക്യാമറ പിടിച്ചോണ്ടിരുന്നവനെ കൊണ്ട് എയർ അടിപ്പിക്കണം. അതൊരു വെറൈറ്റി ആയിരിക്കും. എന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കണം. അടിക്കണ എയർ എന്ന് പറയണം. കണ്ടാ, എയർ പോലും അടിക്കാൻ അറിയാൻ പാടില്ല. കണ്ടാ, ഇങ്ങനെ റെസ്റ്റ് എടുക്കണം. അങ്ങനത്തെ പണിയൊക്കെ ചെയ്യണോട്. ഒന്ന് നോക്കിയാൽ തിരിഞ്ഞടാ. ആഹാ, ആയിക്കോട്ടെ. കണ്ടാ, പതുക്കെ പതുക്കെ ഇല്ല, പതുക്കെ പൊങ്ങി വന്നു. ഇല്ല, പൊങ്ങി എന്തോരം പൊങ്ങി. ഇപ്പൊ അടിക്ക് കാണിച്ചോട്ടെ. നല്ല രീതിയിൽ കാണാൻ കയറിയിട്ടോ. അതായത് സുന്ദരനാണ് ഞാൻ ആദ്യം. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇലക്ട്രിക് പമ്പ് മേടിച്ച് വെച്ചോട്ടെ, കംപ്രസർ മേടിക്കാൻ കിട്ടും. ആമസോണിലൊക്കെ ഉണ്ട്. 3000-4000 രൂപ വരെ ഉണ്ടായിന്. എല്ലാത്തിനും അവർ അടിക്കാൻ ഉപയോഗിക്കാം. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോ ഇട്ടേക്ക്. ക്ലോസ് പഠിച്ചു കൊടുക്കൂ. ഇത്രയും നിറച്ചാ നമ്മളെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാന്ന് വിചാരിക്കും. പക്ഷേ ഉണ്ടല്ലോ, വെല്ലടത്തൊക്കെ ടൂർ പോകുമ്പോ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി പെടൂലേ. അപ്പൊ ഈ പണി ഒരു പണിയായിട്ട് തോന്നൂല. ഈ എയറടിക്കണ ഈ കഥപ്പുണ്ടല്ലോ, അപ്പൊ ഭയങ്കര ആനന്ദമായിട്ട് തോന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരുമാതിരി നിറഞ്ഞിട്ടുണ്ട്, കാറ്റ് നിറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഗേജ് നമുക്ക് അറിയാൻ പറ്റൂല, നമുക്ക് മെഷർ ചെയ്യാനുള്ള മീറ്റർ ഇല്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും പമ്പിൽ പോകുമ്പോ എന്തായാലും എയർ കളയാനുള്ളതാണ്. നൈട്രജൻ അടിക്കും. നമ്മളെ 4 നൈട്രജൻ ഓൾറെഡി കിടക്കണം. ഇത് മൊത്തം അങ്ങോട്ട് കളഞ്ഞിട്ട് നൈട്രജൻ കയറ്റും. തൽക്കാലം ഓടിച്ചുകൊണ്ട് പോകാന്ന, എത്ര ദൂരം നേരം ഓടിക്കാൻ എയർ മതിയാവും. കറക്റ്റ് ഗേജ് അറിയാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒടിഞ്ഞ് കിടക്കണില്ല ടയർ. ക്ലോസോ കണ്ടോ, ടയർ ഒടിഞ്ഞൊന്നും കിടക്കണില്ല, പൊങ്ങി. അപ്പൊ ഇത്രയും മതിയാവും. വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. ക്യാപ്പ് ഇട്ടേക്കാം. ശരിക്കും ഈ പച്ച ക്യാപ്പ് ഇടുന്നത് നൈട്രജൻ ഫില്ല് ചെയ്യുമ്പോഴാട്ടോ. ഇപ്പൊ സാധാ എയർ കിടക്കണം, എന്നാലും നമ്മൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്ലോസ് എടുക്കും. ഇതേ നമുക്ക് കണ്ട ഇവിടെ വെള്ളം ഒഴിച്ച് നോക്കാം. കണ്ട, ലീക്ക് ഇല്ല, ഒന്നുമില്ല, പക്ക. അപ്പൊ നമ്മുടെ മിഷൻ സക്സസ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഥച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇങ്ങനെ ചാരിക്കുക, സൗകര്യമായിട്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മള് ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇത് പരീക്ഷിക്കാൻ തോന്നൂല. കാരണം പഞ്ചറൊട്ടിക്കണ കടയിൽ വല്ലതും നമുക്ക് സൂചി പഞ്ചറൊക്കെയാണ് അല്ലെങ്കിൽ കയറിയിരിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും കടയിൽ പോയിട്ട് അങ്ങോട്ട് നിസ്സാരമായിട്ട് ഒട്ടിക്കാവുന്നേ ഉള്ളൂ.
പക്ഷെ വല്ല ടൂറൊക്കെ പോയിട്ട് കിലോമീറ്റേഴ്സും മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തും ടൂർ പോകുമല്ലോ. അപ്പൊ നമുക്ക് പഞ്ചർ കണ്ടാൽ നമുക്ക് കയ്യും കാലും മറക്കും. ഒരു ടയർ പഞ്ചറായി സ്റ്റെപ്പിന് ഇട്ടിട്ട് നമ്മൾ ആ സ്റ്റെപ്പിന് മാറ്റി ഒറിജിനൽ ടയർ ഇടണ വരെയുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് ആരും ഇല്ലാത്ത സ്ഥലത്ത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. കാരണം ഒരു ടയറും കൂടി ഇനി പഞ്ചർ ആയാലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഇതാവുമ്പോ ആ പ്രശ്നമില്ല. ഒന്ന് ഒരു ജാക്കി വെച്ച് പൊക്കണ്ട, സ്റ്റെപ്പിന് മാറ്റാനുള്ള ബുദ്ധിമുട്ടില്ല. സ്റ്റെപ്പിന് മാറ്റാൻ നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെടണമല്ലോ, ആ ബുദ്ധിമുട്ടില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ. പിന്നെ ആക്റ്റീവയുടെ ആണെങ്കിലും ബൈക്കിലൊക്കെ നമ്മൾ ടൂർ പോകണമെന്നുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ ബാഗിൽ ആ ഒരു കിറ്റും ഇതേപോലത്തെ പമ്പല്ല, ചെറിയ ടൈപ്പ് പമ്പ് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യണ ചെറിയ പമ്പുണ്ട്, അതാണെങ്കിലും നമുക്ക് ബൈക്കുകളുടെ ബാറ്ററിന്ന് ടാങ്കിട്ടൊക്കെ ഉപയോഗിക്കണ ബൈക്കുകളുടെ ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് പണി നടത്താവുന്ന കേസുകൾ. ഇഷ്ടപ്പെട്ടവരിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.